നമസ്കാരം. വാരഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ പി ബി രാജേഷ്, അസ്ട്രോളജർ ആൻഡ് ജെം കൺസൾട്ടൻറ്റ്. ഈ ആഴ്ച 12 രാശിയിൽ വരുന്നവർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് വരുന്നത് നമുക്ക് നോക്കാം. മേടം രാശി, അശ്വതി, ഭരണി, കാർത്തികക്കാൽ. ഇവർക്ക് ഈ ആഴ്ചയിൽ പല സൗഹൃദങ്ങളുണ്ടാവുകയും പുതിയ പാർട്ണർഷിപ്പ് ബിസിനസ്സുകൾ തുടങ്ങാൻ സാധിക്കുകയും പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാനും എല്ലാം അനുകൂലമായിട്ടുള്ളൊരു കാലമാണ്. തൊഴിൽപരമായിട്ടും പല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ ജോലി തുടങ്ങാനോ അല്ലെങ്കിൽ പുതിയ ജോലിയിൽ പ്രവേശിക്കാനോ ബിസിനസ്സുകൾ ആരംഭിക്കാനോ ബിസിനസ് ഡെവലപ്മെൻറ്റിനോ എല്ലാം ചിലർക്ക് പ്രൊമോഷൻ കിട്ടാനോ ഒക്കെ സാധ്യതയുള്ള വളരെ ഗുണകരമായിട്ടുള്ളൊരു വാരമാണ് ഈ ആഴ്ച. ഇടവൻ രാശി, കാർത്തിക മുക്കാല്, രോഹിണി, മകയിരം, മരം. ഈ രാശിക്കാർക്ക് ആഴ്ചയുടെ ആരംഭം അത്ര നന്നായിരിക്കില്ല. പൊതുവെ ഒരു അലസത തോന്നാൻ സാധ്യതയുണ്ട്. ചെറിയ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ശത്രുക്കളിൽ നിന്ന് ഉപദ്രവം ഉണ്ടാവും. മനക്ലേശത്തിനും സാധ്യതയുണ്ട്. എന്നാൽ പല കാര്യങ്ങളും ഭാഗ്യം കൊണ്ട് നടക്കുന്ന ഒരു വാരമാണ്. തൊഴിൽ രംഗത്തെല്ലാം അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെടും. പ്രവൃത്തിക്ക് അനുസൃതമായിട്ട് നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കും. സഹോദര സഹായം ലഭിക്കും. ദൈവാധീനവും ഉള്ള ഒരു ആഴ്ചയാണ് ഇത്. മിഥുനരാശി, മകയിരമര, തിരുവാതിര, പുണർദം, മുക്കാൽ. ഈ രാശിക്കാർക്ക് ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. മക്കളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ മക്കളുടെ വിജയത്തിൽ, പരീക്ഷയിലും മറ്റും ഉന്നത വിജയമൊക്കെ മക്കൾക്ക് ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. ചെറിയ തടസ്സങ്ങൾ, ഔദ്യോഗിക കാര്യങ്ങൾക്കൊക്കെ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അതെല്ലാം ദൈവാധീനം കൊണ്ട് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. കർക്കിടക രാശി, പുണർദം, കാല്, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള വാരമാണ്. പല എതിർപ്പുകളും ഉണ്ടാവുമെങ്കിലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒത്തുകൂടലൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. വീട് പുതുക്കി പണിയാനോ മോടി പിടിപ്പിക്കാനോ വീടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഈ ആഴ്ച ശുഭകരമാണ്. യാത്രകൾക്കും സാധ്യതയുള്ള ഒരു വാരമാണ് ഇത്. ചിങ്ങരാശി, മകം, പൂരം, ഉത്രത്തിൽ, കാൽ. ഈ രാശിക്കാർക്ക് വളരെയധികം ദൈവാധീനമുള്ളൊരു കാലമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആഗ്രഹിക്കുന്ന പോലെ പല നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കും. സഹോദര സഹായം ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ഉന്നത വ്യക്തികളുമായിട്ടുള്ള സൗഹൃദങ്ങൾ കൊണ്ട് പല നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കും. സിനിമാ രംഗത്ത് അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അംഗീകാരങ്ങളും ബഹുമതികളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ആരോഗ്യ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലർക്ക് ചിലപ്പോഴെങ്കിലും ആശുപത്രിയിൽ സന്ദർശിക്കേണ്ടി വരാനോ ആശുപത്രിവാസത്തിനോ ഒക്കെ യോഗമുള്ളൊരു വാരമാണിത്. കന്നിരാശി, ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര. ഈ രാശിക്കാർക്ക് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. ഉന്നത ബന്ധങ്ങൾ കൊണ്ട് പല നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കും. പുതിയ പല ബിസിനസ്സുകളൊക്കെ തുടങ്ങാനായിട്ട് അനുകൂലമായിട്ടുള്ള ഒരു കാലമാണ് ഇപ്പോൾ നടക്കുന്നത്. ഉന്നത വ്യക്തികളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാൻ സാധിക്കും. മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. പല വഴികളിലൂടെ പണം കൈവശം വന്നു ചേരുന്ന ഒരു വാരമാണിത്. തുലാം രാശി, ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാൽ. ഈ രാശിക്കാർക്ക് പൊതുവേ ദൈവാധീനമുള്ളൊരു സമയമാണ്. പല വഴികളിലൂടെ അവർക്ക് പണം വന്നു ചേരാനും പല ബിസിനസ്സുകൾ തുടങ്ങാനും പല കാര്യങ്ങളും ഉദ്ദേശിക്കുന്ന പോലെ നടക്കാനും പുതിയ വീട് വാങ്ങാനോ അല്ലെങ്കിൽ വീടിനോട് ചേർന്ന് ഭൂമി വാങ്ങാനോ ഒക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ ഗുണകരമാകും. കൃഷിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. വൃശ്ചിക രാശി, വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പൊതുവേ ദൈവാധീനം കുറഞ്ഞ ഒരു സമയമാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ യാത്രകൾ, പെട്ടെന്നുള്ള നേരത്തെ തീരുമാനിക്കാത്ത പെട്ടെന്നുള്ള യാത്രകളൊക്കെ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഉത്സാഹത്തോടുകൂടി ഈ ആഴ്ചയിൽ ചെയ്തു തീർക്കാനൊക്കെ സാധിക്കുന്ന ഒരു വാരമാണ്. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടത്തിൽ, കാല്. ഈ രാശിക്കാർക്ക് ആഴ്ചയുടെ ആരംഭത്തിൽ തന്നെ പല നേട്ടങ്ങളും ഉദ്ദേശിക്കാത്ത പല നേട്ടങ്ങളും കൈവരിക്കാനൊക്കെ സാധിക്കും. സാമ്പത്തിക പുരോഗതി നേടാനുള്ള യോഗം കാണുന്നുണ്ട്. ബന്ധുക്കളുമായിട്ട് ഒത്തുകൂടാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഉല്ലാസയാത്രയിൽ പങ്കെടുക്കാനും കഴിയുന്നതാണ്. മകരരാശി, ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടമര. ഈ രാശിക്കാർക്ക് സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങളും തൊഴിൽപരമായിട്ടുള്ള മാറ്റങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ബന്ധുക്കളുടെ സഹായം ലഭിക്കാനും പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരാനും സൽക്കാരങ്ങളിലും മംഗളകർമ്മങ്ങളിലും പങ്കെടുക്കാനും ഒക്കെ ഈ ആഴ്ചയിൽ സാധിക്കുന്നതാണ്. കുംഭൻ രാശി, അവിട്ടമര, ചതയം, പൂരാതി നക്ഷത്രക്കാർക്ക് വളരെ ഭാഗ്യമുള്ളൊരു വാരമാണ്. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ പല ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. പ്രതീക്ഷിക്കാത്ത പല നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കും. എതിരാളികളെ പോലും വശത്താക്കാനും കഴിയുന്ന ഒരാഴ്ചയാണ് ഇത്. മീനൻ രാശി, പൂരാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ആഴ്ചയുടെ തുടക്കം 2 ദിവസം ചിലപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും പിന്നീട് കാര്യങ്ങൾ അനുകൂലമായിട്ട് മാറുന്നതാണ്.
ചില ഭാഗ്യാനുഭവങ്ങളും ഈ ആഴ്ചയിൽ പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഒക്കെ നിലനിൽക്കുന്നതാണ്. യാത്രകൾക്കും യോഗം കാണുന്നുണ്ട്.